നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യത്തെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിലവിൽ പ്രവർത്തിച്ച് വിജയിച്ചു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവത്തെ മറക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ മറക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മറന്നിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. നമ്മളത് ആലോചിക്കും തോറും നമ്മുടെ തലച്ചോറ് നമ്മളെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തലച്ചോറിനറിയത്തില്ല ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത് പിന്നെ ആലോചിക്കുന്നത്. അപ്പം ഇത് അതിനുള്ള സാഹചര്യം എന്താണ്, അതിനുള്ള സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് നമ്മുടെ തലച്ചോറ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അത് വീണ്ടും വീണ്ടും നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പ്രസൻസിൽ എങ്ങനെയൊക്കെ ഹാപ്പിനെസ് കണ്ടെത്താമോ അങ്ങനത്തെ ഹാപ്പിനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്, നമുക്കിനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്, അതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പം വരാനുള്ളത് വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലവിൽ പ്രസൻസിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ ഒത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകരുത്. കാരണം നമ്മളൊരു കാര്യം ഓർക്കരുത്, അല്ലെങ്കിൽ അത് നമുക്ക് ശരിയല്ല, നെഗറ്റീവാണ് എന്ന് നമ്മൾ ചിന്തിക്കും തോറും വീണ്ടും വീണ്ടും നമ്മൾ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ എങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ ഹാപ്പിനെസ് കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, സങ്കടം വരാറുണ്ട്, ഒക്കെ വരാറുണ്ട്. അത് വന്നോട്ടെ. അത് പക്ഷേ നമ്മളൊരു 2 മണിക്കൂർ നേരത്തേക്കിനൊക്കെ ആയിക്കോട്ടെ. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ. സോ അത് വിട്ട് കളയുക. അല്ലെങ്കിൽ നമുക്ക് ലൈഫിലുണ്ടാക്കുന്ന ഇൻസിഡൻസ്, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഓർമ്മകൾ, അതൊക്കെ ആ ഒരു സൈഡിൽ ഒരു മൂലയ്ക്ക് അവിടെ എവിടെയെങ്കിലും കിടന്നോട്ടെ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകും. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് വിട്ട് കളയുക. ബാക്കി നിലവിൽ നമ്മൾ മനുഷ്യരാണ്, മുന്നോട്ട് ജീവിച്ചു പോയേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഓരോ ദിവസവും നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ കഴിഞ്ഞ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ലൈഫിൽ മുന്നോട്ട് വരാനുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ അതും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. സോ അത് നിങ്ങൾ ആഗ്രഹിക്കേണ്ട. നിങ്ങൾ ഹാപ്പി ആയിട്ട്, നിങ്ങൾ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കിക്കൊള്ളുക. നമുക്ക് ചുറ്റും വരുന്ന ആൾക്കാരും നമുക്ക് മുന്നിൽ വരുന്ന സിറ്റുവേഷൻസും നമ്മളെല്ലാവരും കുറ്റം പറയാറുണ്ട്. നമ്മുടെ ജോലി മോശമാണ്, നമുക്ക് ചുറ്റും വരുന്ന ആൾക്കാർ മോശമാണ്, വീട്ടുകാർ മോശമാണ്, അല്ലെങ്കിൽ എല്ലാം മോശമായിട്ട് നമ്മൾ പറയും. കാരണം അവരാരുടെയും കുറ്റം കൊണ്ടല്ല, നമ്മൾ ഫുള്ള് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ടോട്ടലി ഒരു ഫുൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും വരുന്നതും അല്ലെങ്കിൽ നടക്കുന്നതും എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. സോ നമ്മളും പോസിറ്റീവായിട്ടിരിക്കും. സോ മനസ്സിലായില്ലേ? ബൈ, ടാറ്റ.